ബോക്സ് ഓഫീസ് കിങ് താൻ തന്നെയാണെന്ന് ഒന്നും കൂടി അരക്കെട്ടിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് മോഹൻലാൽ. മലയാള സിനിമയ്ക്ക് ആദ്യമായി 50 കോടി, 100 കോടി, 150 കോടി ബോക്സ് ഓഫീസ് കളക്ഷനുകൾ സമ്മാനിച്ച മോഹൻലാൽ ഏറ്റവും പുതിയ സിനിമയായ എമ്പുരാനിലൂടെ ചരിത്രം സൃഷ്ടിക്കുകയാണ്. റിലീസിന് മുൻപ് തന്നെ നിരവധി കളക്ഷൻ റെക്കോർഡുകൾ കുറിച്ചുകൊണ്ടാണ് വ്യാഴാഴ്ച ചിത്രം റിലീസ് ചെയ്തത്. ഇപ്പോഴിത് റിലീസ് ചെയ്ത് വെറും 48 മണിക്കൂർ പോലും പിന്നിടും മുൻപ് 100 കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ് എമ്പുരാൻ. മോഹൻലാലും പൃഥ്വിരാജ് സുകുമാരനും ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചു. സമയം കണക്കാക്കിയാൽ റിലീസ് ചെയ്ത് വെറും 40 മണിക്കൂർ കൊണ്ടാണ് എമ്പുരാൻ 100 കോടി ക്ലബിൽ എത്തിയിരിക്കുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ബജറ്റിലെത്തിയ ചിത്രമാണ് എമ്പുരാൻ. ബ്രഹ്മാണ്ഡ സിനിമയെ എത്തിയ എമ്പുരാൻ തിയേറ്ററുകളിൽ ബ്രഹ്മാണ്ഡ ഹിറ്റാകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏകദേശം ഒരാഴ്ചത്തേക്കുള്ള ടിക്കറ്റുകളെല്ലാം തന്നെ വിറ്റഴിച്ചിട്ടുമുണ്ട്. പൃഥ്വിരാജിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രമായിരുന്ന ലൂസിഫറിന്റെ 2ാം ഭാഗമായാണ് എമ്പുരാൻ എത്തിയത്. 2ാം ഭാഗം പ്രഖ്യാപിച്ചതു മുതൽ ആരാധകർ കാത്തിരിക്കുകയായിരുന്നു. ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തുവിട്ടതു മുതൽ ടീസർ വരെയും ആരാധകരെ ഇത്രയും ആകാംക്ഷയിലാഴ്ത്തിയ വേറൊരു ചിത്രമില്ല. ട്രെയിലർ, പോസ്റ്റർ ഡീകോഡിംഗ് മുതൽ ഓരോ ഘട്ടത്തിലും പ്രേക്ഷകർ ഫുൾ പ്രതീക്ഷയിലായിരുന്നു. സിനിമയുടെ റിവ്യൂവിൽ മിക്സഡ് റെസ്പോൺസ് ആണ് വരുന്നതെങ്കിലും തിയേറ്ററുകളിലുള്ള തള്ളിക്കയറ്റത്തിന് യാതൊരുവിധ കുറവുമില്ല. ബുക്ക് മൈ ഷോയിൽ ആദ്യ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റഴിച്ച സിനിമ എന്ന നേട്ടം സ്വന്തമാക്കിക്കൊണ്ടാണ് എമ്പുരാൻ വരവറിയിച്ചത് തന്നെ. മാർച്ച് 27-ന് റിലീസ് ദിനത്തിൽ മാത്രം ഇന്ത്യയിൽ നിന്ന് 25 കോടി രൂപയാണ് എമ്പുരാൻ പോക്കറ്റിലാക്കിയത്. മലയാളം പതിപ്പ് 22 കോടിക്ക് അടുത്ത് നേടിയപ്പോൾ ഹിന്ദി പതിപ്പ് 1.2 കോടിയും തമിഴ് 80 ലക്ഷവും നേടിയതായി ട്രാക്കിംഗ് വെബ്സൈറ്റായ സാക്നിക് റിപ്പോർട്ട് ചെയ്യുന്നു. കന്നഡ, ഹിന്ദി പതിപ്പുകൾക്ക് യഥാക്രമം 5 ലക്ഷവും 50 ലക്ഷവും കളക്ഷൻ ഉണ്ട് എന്നാണ് വിവരം. ഓവർസീസ് കളക്ഷനിലും റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് എമ്പുരാൻ. 1ാം ദിനം 43.93 കോടി രൂപയാണ് ഗ്ലോബൽ കളക്ഷനായി ചിത്രത്തിന് ലഭിച്ചത്. ഗൾഫ് ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളിൽ നിന്നും 20.93 കോടി രൂപയും UK, US ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് 23 കോടി രൂപയുടെ കളക്ഷനുമാണ് ലഭിച്ചത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഓവർസീസ് കളക്ഷൻ നേടിയ ചിത്രം എന്നതും എമ്പുരാന് സ്വന്തം. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ചത് UK-യിൽ നിന്നാണെന്ന് RFT പറഞ്ഞു. UK-യിലും ന്യൂസിലൻഡിലും ഏറ്റവും അധികം ഓപ്പണിംഗ് കളക്ഷൻ ലഭിക്കുന്ന ഇന്ത്യൻ സിനിമയെ എമ്പുരാൻ മാറിക്കഴിഞ്ഞു. UK-യിൽ 6 കോടി, US-ൽ 4.3 കോടി, ഓസ്ട്രേലിയയിൽ 2.63 കോടി, കാനഡ 3.5 കോടി, ജർമ്മനി 1.3 കോടി, അയർലൻഡ് 75 ലക്ഷം, ന്യൂസിലൻഡ് 65 ലക്ഷം, മറ്റ് രാജ്യങ്ങൾ 3.8 കോടി രൂപയുമാണ് ആദ്യ ദിനത്തിൽ ലഭിച്ചത്. ആശീർവാദ് സിനിമാസ്, ലൈക്ക പ്രൊഡക്ഷൻസ്, ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ, സുഭാസ്കരൻ, ഗോകുലൻ ഗോപാലൻ എന്നിവർ ചേർന്നാണ് എമ്പുരാൻ നിർമ്മിച്ചത്.